ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ 200-ലധികം ആളുകൾ ഈ 3 ലക്ഷണങ്ങൾ മാത്രം കണ്ടിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത്രമാത്രം എല്ലാവർക്കും ഉണ്ടാകുന്ന ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള 3 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കും ഈ ഒരു ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലക്ഷണം കണ്ട് ഉടനെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പാടില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റ് മിസ്സായി 5 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ വളരെ തുടക്കത്തിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. നിങ്ങൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആവുന്ന HCG ഹോർമോണിൻ്റെ വാല്യൂ തുടക്കത്തിലെ സമയത്ത് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. ഒരു 25 എങ്കിലും ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ട് ആ യൂറിനിൽ നിന്ന് HCGയെ ഈ കാർഡിന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ അതിനേക്കാളും താഴെ ലെവലിലാണ് HCG എങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വളരെ നേരത്തെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് പീരീഡ് മിസ്സായിട്ട് 5 ഡേയ്സ് എങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് വേണം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. അതിൽ ഹോർമോണിൻ്റെ വാല്യൂ ബാക്കിയുള്ള സിറ്റുവേഷൻ അപേക്ഷിച്ച് കുറേയും കൂടി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഡിപ്പാണ്. നോർമലി പ്രഗ്നൻസി ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ശരീരത്തിനെ മോണിറ്റർ ചെയ്യുന്നവരെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്ന് പറയുന്നത്. ഒരു സ്ത്രീക്ക് ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ ഡിപ്പ് നമുക്ക് അനുഭവപ്പെടുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 6 to 12 ഡേയ്സിനകത്ത്, എക്സാക്റ്റ് ആ 12 ഡേയ്സിനകത്തായിരിക്കും നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഡിപ്പ് അനുഭവപ്പെടുന്നത്. ഈ ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചറിൽ വരുന്ന ഒരു ഡൗൺ ആണ്, ഒരു ഡിപ്പാണ് ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്ന് പറയുന്നത്. നോർമലി ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടെമ്പറേച്ചർ കുറച്ചൊന്ന് കൂടാറുണ്ട്. പക്ഷേ ഇംപ്ലാന്റേഷൻ നടക്കുകയാണെങ്കിൽ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വന്നിട്ട് എംബ്രിയോ അറ്റാച്ച് ആവുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്ന് ഡൗൺ ആകും. ഒരുപാട് 1 ഡിഗ്രി ഒന്നും കുറയില്ല കേട്ടോ. ചിലപ്പോൾ ചിലതായിട്ട് 0.4, 0.6 അങ്ങനെയുള്ളൊരു ഡിപ്പായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഈ ഒരു ഡിപ്പ് നമുക്ക് ഉണ്ടാകുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിൻ്റെ ആ ഒരു 6 to 12 ഡേയ്സിനകത്ത് 8-മത്തെയോ 9-മത്തെയോ 10-മത്തെയോ ഒക്കെ ദിവസമായിരിക്കും ഉണ്ടാകുന്നത്. അതിനുശേഷം നിങ്ങൾ ബോഡി ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുമ്പോഴേക്കും ടെമ്പറേച്ചർ കുറേയും കൂടി ഉയരാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലർക്ക് പനി വരുന്നത് പോലെയുള്ള ടെമ്പറേച്ചർ വ്യത്യാസമൊക്കെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മളുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആവുന്നതുകൊണ്ടാണ്. ഇംപ്ലാന്റേഷൻ ഡിപ്പ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് നമ്മൾ ബെഡിൽ കിടന്നിട്ടുള്ള അതേ പൊസിഷനിൽ തന്നെ ബേസൽ ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ടാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അതായത് നമ്മൾ നേരെ ഒന്ന് എഴുന്നേറ്റ് പോലും ഇരിക്കാനായിട്ട് പാടില്ല. നമ്മൾ കിടന്ന കിടപ്പിൽ തന്നെ കിടന്നിട്ട് നമ്മുടെ ടെമ്പറേച്ചർ എത്ര ഉണ്ടെന്ന് മോണിറ്റർ ചെയ്യുമ്പോഴാണ് ഇംപ്ലാന്റേഷൻ ആയോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് തലേ ദിവസം തന്നെ നിങ്ങൾ ബുക്കും ഒരു പേനയും ഒരു തെർമോമീറ്ററും അടുത്ത് തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് വെക്കുക. അതിനുശേഷം രാവിലെ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ബാത്റൂമിലൊന്നും പോകാനായിട്ട് പാടില്ല. അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഡിജിറ്റൽ തെർമോമീറ്റർ വെച്ചിട്ട് നിങ്ങളുടെ ശരീര താപനില എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓവുലേഷൻ നടക്കുന്ന സമയം മുതൽ തന്നെ നിങ്ങളൊരു ടെമ്പറേച്ചർ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇംപ്ലാന്റേഷൻ നിങ്ങൾക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ബേസൽ ബോഡി ടെമ്പറേച്ചറിൻ്റെ ആ ഒരു എക്സാക്റ്റ് ആ ഒരു ദിവസം വരുന്ന ദിവസം നിങ്ങൾക്ക് ടെമ്പറേച്ചർ കുറച്ചൊന്ന് കുറവായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ വെച്ചിട്ട് നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് ഡിജിറ്റൽ തെർമോമീറ്റർ തന്നെ വേണം കേട്ടോ. അങ്ങനെയാണ് ഇംപ്ലാന്റേഷൻ ഡിപ്പ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഏറ്റവും എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഏറ്റവും ആദ്യം തന്നെ ഉണ്ടാകുന്ന പ്രഗ്നൻസി സിംറ്റം. രണ്ടാമത്തേതാണ് ഇംപ്ലാന്റേഷൻ ക്രാംസ്. ഇംപ്ലാന്റേഷൻ ക്രാംസ് നമുക്ക് ഉണ്ടാകുന്നത് പൊക്കിളിന് താഴെയുള്ള ഭാഗത്തായിരിക്കും. ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിൽ, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ, അല്ലെങ്കിൽ നേരെ താഴെയുള്ള ഭാഗത്ത്. ചിലർ പറയാറുണ്ട് ഓവുലേഷൻ ക്രാംസ് ഉണ്ടായ അതേ പൊസിഷൻ അതേ ഭാഗത്ത് തന്നെ ഇംപ്ലാന്റേഷൻ ക്രാംസ് ഉണ്ടായി എന്നുള്ളത്. പലർക്കും ചില സിറ്റുവേഷനിൽ മാത്രമാണ് അങ്ങനെ ഉണ്ടാവുന്നത്. മറ്റു ചില ആളുകൾക്ക് ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ ആ ഒരു പൊക്കിളിൻ്റെ നേരെ താഴെ ഭാഗത്തായിരിക്കും ഈ ഒരു വേദന അനുഭവപ്പെടുന്നത് കേട്ടോ. ഇംപ്ലാന്റേഷൻ ക്രാംസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ വയറിൽ എന്തെങ്കിലും വെച്ചിട്ട് കുത്തുന്നത് പോലെയുള്ള വേദന,
അല്ലെങ്കിൽ കൊളുത്തി വലിക്കുന്നത് പോലുള്ള വേദന, അല്ലെങ്കിൽ വലിഞ്ഞു മുറുകുന്നത് പോലുള്ള വേദനയായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു എക്സാക്ട് ടൈമിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പലർക്കും ഇംപ്ലാന്റേഷൻ ക്രാംസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കാറില്ല. കാരണം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഇന്ററപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള രീതിക്കായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ക്രാംസ് അനുഭവപ്പെടുന്നത്. നമ്മൾ എന്തെങ്കിലും ജോലി തിരക്കിൽ നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പുറത്തേക്ക് ജോലിക്ക് പോയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു വേദന വരുന്നു എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഇംപ്ലാന്റേഷൻ ക്രാംസ് ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇംപ്ലാന്റേഷൻ ക്രാംസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ഇംപ്ലാന്റേഷൻ ക്രാംസ് വയറിന് തൊട്ട് താഴെയുള്ള ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴേക്കും അതുപോലെ തന്നെ ക്രാംസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ് നമ്മുടെ ലോവർ ബാക്ക് പോർഷൻ. കാരണം യൂട്രസിന്റെ നേരെ പുറകിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ലോവർ ബാക്ക് പോർഷനിലും ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം ആ ടിഷ്യൂസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് എംബ്രിയോ അറ്റാച്ച് ആകുമ്പോഴേക്കും അവിടെ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് ലോവർ ബാക്ക് പോർഷനിലും എഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു ദിവസങ്ങളിൽ തന്നെ ബാക്ക് പെയിനും അനുഭവപ്പെടാറുണ്ട്. പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വയറുവേദനയും ബാക്ക് പെയിനും ഉണ്ടാകുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരിക്കലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഹെവി ആയിട്ടുള്ള പെയിൻ അല്ല, മൈൽഡ് ആയിട്ടുള്ള ഒരു വേദനയായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ മാറുന്നതോ അല്ലെങ്കിൽ ഒരുപാട് നേരം നീണ്ടു നിൽക്കാത്തതോ ആയിട്ടുള്ള വേദനയായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള വേദനയും ഡിസ്കംഫർട്ടും ഉണ്ടാകുന്നുണ്ടെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് തോന്നുന്നത് ആ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് നിൽക്കുക. ഓവറായിട്ട് നമ്മളെ ബോഡി ടയേർഡ് ആക്കുന്ന രീതിക്ക് നമ്മൾ ജോലികൾ ചെയ്യാതിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വേദനയും ഡിസ്കംഫർട്ടും ഉണ്ടാകുന്ന സമയത്ത് അതിനൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പെയിൻ കില്ലേഴ്സ് ഏർലി സ്റ്റേജിൽ ഡോക്ടറുടെ റെക്കമെൻഡേഷൻ ഇല്ലാതെ എടുക്കുന്നത് നിങ്ങളിൽ ഫെർട്ടിലിറ്റി എഫക്റ്റ് ചെയ്യുന്നതിനും ആ പ്രഗ്നൻസിയെ നഷ്ടമാകുന്നതിനും ചിലപ്പോൾ കാരണമാകും കേട്ടോ. അടുത്തൊരു ലക്ഷണമാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് നമുക്ക് ഇതുപോലെ തന്നെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ എംബ്രിയോ വന്ന് അറ്റാച്ച് ആകുന്ന സമയത്ത് അവിടെയുള്ള കുറച്ച് ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടായിരിക്കും എംബ്രിയോ അറ്റാച്ച് ആവുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് അനുഭവപ്പെടാറുണ്ട്. നോർമലി അതായത് പണ്ടുള്ള സമയങ്ങളിലെന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് വളരെ കുറച്ച് മാത്രം 2 ദിവസമൊക്കെ മാക്സിമം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിംഗ് ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നുണ്ട് ഒരു 6-7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സ്പോട്ടിങ് വന്നതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയി എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള ഓരോ ജനറേഷൻ കഴിയും തോറും അതിനനുസരിച്ച് വ്യത്യാസം വരുന്നത് കൊണ്ടാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിലും പലർക്കും വ്യത്യാസം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വളരെ ചെറുതായിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ബ്ലീഡിങ്ങും പലർക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഫീൽ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ കൂടി തന്നെ നമ്മളത് പീരിയഡ്സ് ആണ് വരുന്നതെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ ആ ബ്ലീഡിങ് കൂടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം. ഒട്ടും തന്നെ നിങ്ങൾക്ക് ബ്ലീഡിങ് കൂടുന്നില്ലെങ്കിൽ അത് പ്രഗ്നൻസിയുടെ ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും കൂടി ഒരു കമന്റ് നമ്മുടെ ചാനലിൽ ഞാൻ വായിച്ചേ ഉള്ളൂ. ചെറിയൊരു ബ്ലീഡിങ് കണ്ടതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ സിറ്റുവേഷൻ ശരിക്കും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്ലീഡിങ് വളരെ കുറവായതുകൊണ്ട് മാത്രം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. പക്ഷേ ഹെൽത്തി ആയിരുന്നില്ല പ്രഗ്നൻസി, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ അത് അബോർട്ട് ചെയ്ത് കളയേണ്ടി വന്നു എന്ന് നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയും പലർക്കും സംഭവിക്കാറുണ്ട്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഓൾമോസ്റ്റ് നമുക്ക് ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് ഓവുലേഷൻ്റെ 6 to 12 ഡേയ്സിനകത്തായിരിക്കും. ഇനി എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിലും നിങ്ങൾക്ക് ബ്ലീഡിങ് കുറവാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിങ്ങോ ചെറിയ സ്പോട്ടിങ്ങോ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകുന്നുള്ളൂ എങ്കിൽ അപ്പോഴും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് കാണുന്ന സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പലർക്കും കൃത്യമായിട്ട് റിസൾട്ട് കിട്ടാറില്ല. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് പീരിയഡ് ഡേറ്റ് മിസ്സാകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് പേര് ചാനലിൽ പറഞ്ഞിട്ടുള്ള 3 പ്രഗ്നൻസി സിംറ്റം ആണത്. നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിലും നിങ്ങളുടെ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ നമ്മൾ ഇത്രയുള്ള ലക്ഷണങ്ങൾ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആകുന്ന ഒരുപാട് പേരുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. യാതൊരു പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെ പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് ലക്ഷണം കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക. 50 രൂപയുടെ 55 രൂപയുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് മാത്രം നിങ്ങൾ പ്രഗ്നൻസി കൺഫേം ചെയ്യുക. സോൾട്ടോ ടൂത്ത് പേസ്റ്റോ ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.